ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്തയാളായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിൽ കാണാം. ഇമ്മ തോരുന്നതാണ്, ഉമ്മ തോരുന്നതാ. ഉമ്മ ദുആ ചെയ്ത് മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിൻ്റെ വഴിയിൽ മഹാനവറുകൾ സഞ്ചരിച്ചു. 4000 ഉസ്താദുമാരുണ്ടെന്നൊരഭിപ്രായം, 40,000 ഉസ്താദുമാര് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന് മറ്റൊരഭിപ്രായം. 4 എടുത്തോളി, മര്യാദക്ക് 4 ഉസ്താദന്മാരുണ്ട്. നമുക്ക് 4000 എടുത്തോളി. നിങ്ങൾ 4 ഉസ്താദന്മാര് മര്യാദക്ക് ഉണ്ടോ? 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മ ഉണ്ടോ? ഇല്ലല്ലോ. മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോഴേ മൂപ്പര് കയ്യും പിടിച്ചിങ്ങാണ്ട് എഴുതി തന്നീന്നില്ലേ സ്ലേറ്റിൽ, ഓർമ്മ ഉണ്ടോ? ഇല്ല. നമ്മൾ വലിയ ആൾക്കാരുമാണ് ഇപ്പോൾ, ഗുരുവിനെ മറന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഉമ്മാന്റെ ദുആയാണ് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വിജയം. അങ്ങനെ നമ്മളാണ് ചരിത്രം പരിശോധിച്ചാൽ ഇമ്മാന്റെ ദുആണ്ട് വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായി ദുആ ചെയ്യണം. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് ഉമ്മാന്റെ ദുആയാണ്. ഉമ്മാരെ മനസ്സറിഞ്ഞു നോക്കിയ എല്ലാ കുട്ടികളും ചരിത്രത്തിൽ അറിയപ്പെട്ടവരായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും ആസർ എന്ന് പേരായത് മഹാനവറുകളുടെ എളാപ്പയാണെന്നുമാണ് സഹിയായ അഭിപ്രായം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉമ്മ നോക്കിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ നോക്കിയതാണ്. വാപ്പല്ല, വാപ്പ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാരെ മനസ്സറിഞ്ഞു നോക്കിയ കുട്ടികളൊക്കെ വലിയ സംഭവമായി. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊല, ഉമ്മയാകുന്നു 1ാമത്തെ മദ്രസ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തോരുന്നോളാ, പക്ഷെ നിങ്ങളൊന്നും ഓർക്കൊണ്ടു. ഞാൻ തോരുന്നുണ്ട്, എനിക്ക് ദ്വയന്നല്ലേ പണി, നിങ്ങളൊന്നും ഓർക്കി അവനാൻ്റെ കുട്ടികൾ നേരാകാൻ വേണ്ടി. അങ്ങനെയൊക്കെ നമ്മളെ വർത്താനേ. ഏത് ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയില്ല ഉസ്താദേ, അതായത് ഞാൻ ഇപ്പം ഏതായാലും നേരാവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതല്ലപ്പം അതിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പം ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. അവനാ നേരാവാൻ തീരുമാനിക്കാതെ കുട്ടികൾ നേരാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഉസ്താദെ ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ നേരായിട്ടുണ്ട്, എൻ്റെ കുട്ടികളുടെ കാര്യത്തിലൊന്നും തോരക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ആദ്യം നമ്മളാണ് നേരാവാൻ തീരുമാനം, കുട്ടികൾ നേരാവും. അൽ വലതു സിർറു അബീഹി എന്നാണ്. അൽ വലതു സിർറു അബീഹി, വാപ്പാന്റെ രഹസ്യമാണ് മകൻ എന്നാണ്, അല്ലെങ്കിൽ മകൾ എന്നാണ്. മാതാപിതാക്കൾ എന്താ ഉള്ളത് വെച്ചാൽ അതാ കുട്ടികളിൽ ഉണ്ടാവുക. മദ്രസയിൽ വാക്കണത് കുട്ടി കേട്ടു എന്നുള്ള ഉറപ്പാണ്. വേറെ എവിടെ നിന്ന് കിട്ടിയത്? അത് പെരേന്ന് കിട്ടിയ തന്നെയാണത്. അത് പെരയിൽ അതാണ് ആ സാധനത്തിന്റെ പേരാ വിളിക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുട്ടി മാർസിലെന്ന് അടുത്തിരിക്കുന്ന കുട്ടിനെ വിളിക്കും. അല്ലാതെ കുട്ടിക്ക് എവിടെ, കുട്ടിക്ക് വഹിയുണ്ടോ? കുട്ടിക്ക് വഹിയൊന്നുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള ചില ഇൽഹാമാത്തുകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, അത് പെരേന്ന് വിളിച്ച തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കണേ വെച്ചാൽ അതുണ്ടാവും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾ ഏറ്റവും കൂടുതലായി അനുകരിക്കുന്നു ഉമ്മാനെ വാപ്പാനെ. ഇമ്മ എല്ലാ കാര്യം ചെയ്യുമ്പോഴും കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹ് ഉണ്ടെങ്കിൽ കുട്ടി വലുതായാലും അങ്ങനെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അടുപ്പത്തേക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോഴൊക്കെ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ കുട്ടികൾ കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹ് ഇടണം. എന്നാലേ ഓരോ ജീവിതത്തിലേ ഉണ്ടാവുള്ളൂ. കോണി കയറുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. കോണി ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത്. കോണി ഇങ്ങനെ കയറുമ്പോൾ അല്ലാഹു അക്ബർ തുടക്കത്തിലൊന്ന് എന്തായാലും പറയണം. മേലത്തോളം പറഞ്ഞാൽ അത്രയും നന്നായി. കോണി കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഉയരങ്ങൾ കയറുമ്പോൾ ഒക്കെ തക്ബീർ ചൊല്ലണം. ഉയരത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ വാപ്പിയും മീൻ ചെയ്താൽ കുട്ടികൾ അങ്ങനെ ചെയ്യും. ദീന് എന്ന് പറഞ്ഞത് പെരേന്നുണ്ടാവേണ്ട സാധനമാണ്. പെരയിൽ വീട്ടിൽ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുണ്ടാകണം. നമ്മൾ കുറേ നേരം വൈകിട്ട് കിടക്കും, പിന്നെ കുട്ടികൾ നേരത്തെ കിടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ആദ്യം പെരയിലുള്ളവർ നേരത്തെ കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കണം. പെരയിലുള്ളവർ നേരത്തേക്കും വേണം. വല്യപ്പ നീക്കും പള്ളിയേക്കോ, പേരക്കുട്ടികൾ ഒറ്റൊന്നും നീക്കൂല.
സൂര്യൻ ഉദിച്ചിട്ട് മറ്റോടത്ത് ഇങ്ങനെ തട്ടുമ്പോൾ വല്യപ്പ വൈക്കോളി ഒരു കുഴപ്പമില്ല, പെരയത്തെ കയ്യെത്തിനോടത്തുള്ള എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ട് വേണം പോകാൻ. അയിമ കറണ്ട് ബില്ല് വരട്ടെ, നമുക്ക് നോക്കാം. എല്ലാ റൂമൊന്നും വിളിക്കാൻ പറ്റിക്കോണമെന്നില്ല, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ടേക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം. വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ലൈറ്റേലിടണം, മൊത്തം ലൈറ്റ് ഇടാം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ ഒരു ബെല്ലും അടിക്കുക. നേരം വെളുക്കുമ്പോൾ വിളിച്ചുണർത്തണമെന്ന്. ഈ ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം നേരം വൈകി കടന്നതും നേരത്തെ എഴുന്നേൽക്കാത്തതാണ്. ആ രണ്ട് സംഭവം ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടോ അവർ വിജയിച്ചവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല എന്നുള്ളതാണ്. നമ്മളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ കൈമോശം വന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു പിടിക്കാൻ കഴിയണം. ഇനിയിപ്പോൾ എന്താ കാട്ട്, കാലഘട്ടം ഇങ്ങനെ കായില്ല, ഇനിയിപ്പോൾ എന്താ കാട്ട്, ഞാൻ മാത്രം വിചാരിച്ചിട്ട് ഇപ്പം എന്താ കാര്യം എന്നാണ്. അനക്ക് മാത്രമേ വിചാരിച്ചാൽ എന്താ വരിക? നമ്മൾ ആലോചിക്കണം, എന്ത് കാലഘട്ടം ഇങ്ങനെ കായിപ്പോയി. കുഴപ്പമൊക്കെ കാലഘട്ടത്തിന്, ഓനൊരു കുഴപ്പമില്ല. കുഴപ്പമൊക്കെ ഇപ്പോൾ കാലഘട്ടത്തിന് അത്രേ. കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല, നമ്മക്കാണ് കുഴപ്പമുള്ളത്. നമ്മളൊന്ന് നേരാൻ തീരുമാനിച്ചാൽ മതി, അങ്ങനെ നടക്കും. അതിപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എനക്ക് മാത്രമാണ് വിചാരിച്ചാൽ എന്താ പറ്റുക? എന്താ എനക്ക് മാത്രമാണ് വിചാരിച്ചാൽ? ഇജൊന്നാണ് നേരത്തെ നീച്ചോക്കാം, ഇജൊന്നാണ് നേരത്തെ കടന്നു നോക്കാം, ഇജ് ശേഷം ഖുർആൻ ഓതി നോക്കാം, ഇജൊന്ന് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയേക്ക് പോയി നോക്കാം, ഇജൊന്ന് നല്ല കാര്യങ്ങളിലാണ് കൂടി നോക്കാം, സംഗതി ഉഷാറാവുമല്ലോ. റബീഉൽ അവ്വൽ മാസമാണ്, എല്ലാ പെരയിലും മൗലിദ് നടക്കണം. എല്ലാ പേരിലും അവനാൻ വയ്ക്കുമ്പോൾ ഓതിയാൽ മതി. മങ്കൂസ് മൗലിദ് ഇപ്പോൾ മിക്കവാറും ഒന്നാമത്തെ ഹദീസ് അതിൻ്റെ ബെയ്ത്തും എല്ലാവർക്കും അറിയാലോ. എന്നും അതന്നെ ആവർത്തിച്ച് ഓതിക്കളി. ഇശാ മാരിവിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇശാൻ്റെ ശേഷം എല്ലാ പേരയിലും മൗലിദ് നടക്കണം. മാസം തീർന്നേലടക്ക് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ടൊരു ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു മൗലിദും പേരയിൽ നടക്കണം. അതൊക്കെ ഒരു ബർക്കത്താണ്. അതൊക്കെയാണ് നമ്മളെ ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും സലാമത്തിൻ്റെയും മാർഗങ്ങൾ എന്ന് പറഞ്ഞത്. ഞമ്മക്ക് നിഅമത്ത്, ബർക്കത്ത്, സലാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചിക്കനാണ് എന്നാണ് മനസ്സിലായത്. ഓനവിടെ ഭയങ്കര റഹ്മത്താണ് എന്ന് പറഞ്ഞാൽ എന്നും ചിക്കൻ ഉണ്ട് എന്നാണ് അർത്ഥം വെച്ചത്. ഭയങ്കര നിഅമത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വയലു പറയാണ്, പ്രസംഗിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ്. സഹാബത്തെ, പൈസ ഇല്ല, നമ്മൾ ഏതായാലും പോകൽ നിർബന്ധമാണ്, അതുകൊണ്ട് എല്ലാവരും വരെ പോയിട്ട് ഉള്ളതൊക്കെ കൊണ്ടുവരികയായിരുന്നു. സഹാബത്തൊക്കെ വീട്ടിലേക്ക് പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുന്നതിലും ബർക്കത്തുണ്ടാകട്ടെ, ബച്ചയിലും ബർക്കത്തുണ്ടാകട്ടെ. അതായത് നമ്മളടുത്ത് ഉള്ളതിലും മാത്രമല്ല ബർക്കത്ത്, നമ്മൾ അങ്ങനെ വിചാരിച്ചേ, അല്ലാത്തതിലും ഉണ്ട് ബർക്കത്ത്. കൊടുന്നതിലും ഉണ്ടാവട്ടെ, വീട്ടിലുള്ളതിലും ഉണ്ടാവട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ കൊടുന്നതെന്ന് ചോദിച്ചു. അതിൽ മൂപ്പരത് ചില്ലറ പൈസ ഉള്ളൂ, ചില്ലറ പൈസ ഉള്ളു, പെരയിലതാള്. നബി, ഞാൻ അതാണ് കൊടുന്നത് പറഞ്ഞു. വീട്ടിലെന്താ ഉള്ളത് ചോദിച്ചു. എന്നേക്കാൾ ഹൈറായത് പറഞ്ഞു. കേട്ടുനിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും സിദ്ദീഖിനെ മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ 7000 ദിർഹം കൊണ്ടുവന്നിട്ടുള്ളത് പെരയിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖ് ചില്ലറ പൈസ കൊടുക്കുന്നത് വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്ന് പറഞ്ഞു. സംഗതി ചില്ലറയാണെന്നുള്ള അല്ല പ്രശ്നം, അത് മുഴുവനുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, വീട്ടിലെ ബർക്കത്ത് അള്ളാന്റെ റസൂലാണ്. അത് പെരയിലുണ്ടോ ബർക്കത്ത് ഉണ്ടാവും, അതുണ്ടോ നിഅമത്തുണ്ടാവും, അതുണ്ടോ റഹ്മത്തുണ്ടാവും. അതുകൊണ്ട് റബീഉൽ അവ്വലാണ്. വയ്ക്കും പോലെ ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങൾ, അല്ലെങ്കിൽ ഉമ്മാര് അല്ലെങ്കിൽ വല്യന്മാർ ആരാ ഉള്ളത് വെച്ചാൽ ഒരു ഹദീസ് മൗലിദ് എന്ന് ഇശാ മാരിവിൻ്റെ ഇടയിൽ മങ്കൂസ് മൗലിദിൽ ആദ്യത്തെ ഹദീസ് ഓതിയാൽ മതി. ഒരു ഹദീസും അതിൻ്റെ ബെയ്ത്തും പെരയിൽ നടക്കണം. ആണുങ്ങളുള്ളപ്പോൾ ആണുങ്ങൾ കൂടണം. ഈ 30 ദിവസം കഴിയുന്നതിലടക്ക് ഒരു ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുങ്ങാണ്ട്, ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ സംഗതി ഉണ്ട്. അന്ന് നമ്മളെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ്. ആത്തിപ്പറ്റ ഉസ്താദ് എവിടെ പോകുമ്പോഴും ആരെങ്കിലും ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് അറിയില്ല. മൂപ്പരിപ്പോൾ എത്ര തിന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പക്ഷെ വേണ്ട അറിയില്ല. എന്താ പറയാന്ന് വെച്ചാൽ, അപ്പോൾ ഒരിക്കൽ ചോദിച്ചാൽ എന്താ നിങ്ങൾ ഭക്ഷണം വേണ്ടാന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമ്മളെ പേരിൽ പെരക്കാർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ അത് നടന്നോട്ടെ ആയിരുന്നു. ഞാൻ വന്നിട്ടില്ലേ ഇപ്പം അന്നവിടെ നടക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന്, അതുകൊണ്ട് സംഗതി നടന്നോട്ടെ, മുടക്കണ്ട, നമ്മൾ എന്തെങ്കിലും ഒന്ന് വർക്കത്തിന് തിന്നാൽ മതി, ബാക്കി ഓല് തിന്നോട്ടെ. ഒരു ദിവസം പുറത്തുനിന്ന് ഒരാളെ ആരെങ്കിലും അയൽവക്കത്തുനിന്നോ പള്ളിക്കെന്നോ ഒരു മുത്തഅല്ലിമിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുത്തുങ്ങാണ്ട് ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ ചെയ്യും വേണം. അങ്ങനെ വീട് ഒരു ഐശ്വര്യത്തിൻ്റെ വീടായി മാറണം. ഇസ്ലാമികമായ ഇതൊക്കെ നമ്മൾ കുട്ടികൾ കാണണം, അവരുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തണം. നമ്മൾ ചെയ്യണത് നമ്മളെ നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ
അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കരിച്ചാൽ എളുപ്പമുണ്ട്. നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും പേരക്കുട്ടികളും കൂടിയാണ് നിസ്കരിച്ചണം, നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. നോമ്പ് വറ്റാ പോരാ, നോമ്പ് നിലനിർത്തണം. സദക്ക കൊടുത്താൽ പോരാ, സദക്ക കൊടുക്കൽ നിലനിർത്തണം. അതിന് കുട്ടികൾ കാണണം, മക്കൾ കാണണം, ഭാര്യ കാണണം, എല്ലാവരും കാണണം. നമ്മളെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് വേറുള്ളവർ പഠിക്കണത്. ഒരു ഫക്കീറായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വായിലണ്ടടക്കുക, വായിലണ്ടടക്കുക. അത് കുട്ടികൾ കണ്ടു, ഇതിങ്ങനെ വേണ്ടതെന്ന് മനസ്സിലായി. അല്ല, വാപ്പ ഒന്നുമില്ല, എന്നാലും ഉള്ളേന്നൊരു വിരുന്നുകാരോടുള്ള സമീപനം, യാത്രക്കാരോടുള്ള സമീപനങ്ങൾ, വീട്ടിലേക്ക് വരുന്നവരോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, കണ്ടുപഠിക്കാൻ. വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വന്നാൽ ഇമ്മ എങ്ങനെ വർത്താനം പറഞ്ഞത് നോക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. വിവാഹബന്ധം ഹറാമായ ആളല്ലെങ്കിൽ ഉമ്മ ഒരു മറയുടെ അപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലായി ഇങ്ങനെ വേണ്ടത് എന്ന്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ മാതൃകയാക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ്, ഇത് രണ്ടാമത്തെ മദ്രസാണ്. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ, ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. റിയാദുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസ രണ്ടാമത്തതാണ്, ഒന്നാമത്തെ അല്ല. അവിടെ എന്താ ഉള്ളച്ചാൽ അതേ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടുന്ന് 12ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും കിട്ടി, പക്ഷെ പെരയിലില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് രണ്ടാമത്തെ മദ്രസ, ഉമ്മ ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്, രക്ഷിതാക്കളെ വിളിച്ച് ബോധവൽക്കരണം നടത്തുന്നത്. കാര്യം വേഗം മറക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും കേട്ടപ്പോൾ ഒരു ബോധം ഉണ്ടായി, മറക്കുമ്പോൾ ഇഞ്ഞും ഇതേമാതിരി രക്ഷിതാക്കളെ വിളിക്കണം, അപ്പം ഇഞ്ഞും പറയണം. അതന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സാലിഹീങ്ങളായ മക്കളെ പ്രധാനം നൽകട്ടെ. നമ്മളെല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഒരു ചെറിയ ദുആ നടത്താൽ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. സഹോദരങ്ങളെ, സലാത്തിൻ്റെ കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. വരുന്ന വ്യാഴാഴ്ചയാണ്. ഈ നോമ്പിൻ്റെ ശേഷം നമ്മുടെ മക്ബറയിലേക്ക് വന്നവർക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഈ സദസ്സിലും ദുആ ചെയ്യണം, സലാത്തിലും ദുആ ചെയ്യണം. പിന്നെ ഇതിൽ പങ്കെടുക്കേണ്ട പല ആളുകളും രോഗികളാണ്. അതായത് ഒരു സഹോദരൻ 501 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്ന പോലെ നമ്മുടെ മഹലിന് നേതൃത്വം കൊടുക്കുന്ന പലരും രോഗികളാണ്. വിദേശത്തുള്ള മക്കളൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഉസ്താദുമാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളെ സഹായിച്ചവർ, ദീനിയായ സഹകരിച്ചവർ, ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരെല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റി സലാമത്തിലാക്കണേ റഹ്മാനെ. ബറക്കത്തിൻ്റെയും സലാഹിയത്തിൻ്റെയും വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി നീ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായി ഇണകളെ നൽകണേ റഹ്മാനെ. വിധവകൾ ധാരാളമുള്ള സദസ്സാണ്. ഖൽബിന് സബ്ർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളായി ഞങ്ങളെല്ലാവരെയും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ദുന്യവിയും ഉഖറവിയുമായ എല്ലാ വിഷയങ്ങളെയും നീ പരിഹരിക്കണേ റഹ്മാനെ.
ഖാലിഖായ റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമാകണേ അല്ലാ. കടങ്ങളെ വീട്ടി സലാമത്താക്കണേ റഹ്മാനെ. കടക്കാരായി മരിക്കുന്നതിൽ നിന്ന് കാത്ത് സലാമത്താക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും കാത്ത് രക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മരണ സൂചന ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. പരിപൂർണമായ ഈമാനോടുകൂടി മരണം ഖൈറാകുന്ന സമയത്ത് ഞങ്ങൾ നീ മൗത്താക്കണേ അല്ലാ. സിറാത്ത് പാലം വേഗമാക്കണേ റഹ്മാനെ. ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കണേ ദയ്യാനെ. ഖാലിഖായ അല്ലാ, മുത്തുനബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ. സൗണ്ടും വെളിച്ചവും അതുപോലെ ക്യാമറയും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഏർപ്പാട് ചെയ്തവർക്ക് വലിയ കൂലി നൽകണേ അല്ലാ. അള്ളാഹുവേ, ചായയും കടിയും വിതരണം ചെയ്തവർക്ക് നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ. അത് സ്പോൺസർ ചെയ്തവർക്ക് മുറാദ് ഹാസിലാക്കണേ അല്ലാ. ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, എല്ലാം കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ മദ്രസയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നീ വലിയ കൂലി നൽകണേ റഹ്മാനെ. പള്ളിക്കും പള്ളി ദർസിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാൻ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഖാലിഖായ റബ്ബേ, പുരുഷന്മാരും സ്ത്രീകളുമായി ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദിനെ നീ അറിയുന്നവനാണ്. എല്ലാം ഹാസിനാക്കണേ അല്ലാ. അല്ലാഹുമ്മ ജൽ ജമനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ അലിഫ് ബൈന قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.